ഹായ് ഹോൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ. സ്കൂളൊക്കെ ഉള്ള ഒരു തിരക്ക് പിടിച്ച ദിവസം തന്നെ പറയാം. കാരണം ഇന്ന് മഴ ഒന്നുമില്ല കേട്ടോ. ഇന്ന് എന്താ ഒരു വെട്ടം വെളിച്ചം അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരു ദിവസമാണ്. പിന്നെ ഒട്ടുമിക്ക വീട്ടിലും ഈ ഒരു സൗണ്ടും ഉണ്ടാവും രാവിലെ മോർണിംഗ് സ്റ്റാർട്ടാവുക. അപ്പോൾ ഞാനും അതങ്ങ് ഏറ്റു പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അരി ഇടുക കേട്ടോ, കാരണം മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ. അങ്ങനെ വേറെയൊക്കെ ഇട്ട് ഈ ഒരു തള വന്നാലാണ് മനസ്സിക്കൊരു സമാധാനം. ആ വന്ന സമാധാനമല്ലേ അത് പോയി. അപ്പോൾ സ്നാക്ക് ഇന്ന് ഫ്രൂട്ടേ കൊടുത്തയക്കാൻ പാടുള്ളൂ സ്കൂൾക്ക് കിട്ടാം. അപ്പോൾ ഒന്ന് മുസമ്പിയായി. പിന്നെ ലഞ്ചിന് തന്നെ എഗ്ഗ് ഇങ്ങനെ മസാല ചെയ്തിട്ട് കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഇന്ന് പൊട്ടാറ്റോ ഫ്രൈ എന്നൊരു മോചനം, അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ സുബഹ് കഴിഞ്ഞിട്ട് അരണ്വേശ്വര സുരത്തോതി വെള്ളം കൊടുക്കട്ടോ മക്കൾക്ക്. ഇത് മക്കൾക്ക് ബുദ്ധി വെക്കാനും ഇതിനൊക്കെ പഠനത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഇത് വലിയ ടാസ്ക്കാണ്. ഇതൊരാഴ്ച ആകുമ്പോൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ആലോചിക്കുമ്പോൾ പാല് മേടിക്കേണ്ടെന്നൊക്കെ തോന്നും. അങ്ങനെ പിന്നെ ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാർ വന്നിരുന്നു കേട്ടോ. അവർ ഇവിടെ അടുത്തൊരു കസിൻ്റെ വീട്ടിലേക്ക് വന്നാണ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറി ഇനിയും കൂടെ കണ്ടിട്ട് പോവാൻ വിചാരിച്ച് വന്നാണ്. ഇത് പിന്നെ ഉണ്ടല്ലോ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാട്ടാ. നമുക്ക് എത്ര നമ്മൾ എത്ര ഫുഡ് ഉണ്ടാക്കുന്നതാണ്, നമ്മളെ വീട്ടിലത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് അതൊരു വേറെ ടേസ്റ്റ് അല്ല. അപ്പോൾ ഏതായാലും ഈ വൈക്ക് വരല്ലേ പറഞ്ഞിട്ട് താത്ത നെയ്യപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാട്ടാ. പിന്നെ അവർക്ക് നമ്മൾ ജ്യൂസും ചായയൊക്കെ കൊടുത്ത് സൽക്കാര പ്രിയരാകല്ലോ നമ്മൾ എപ്പോഴും. അങ്ങനെ പിന്നെ അവർ പോവാട്ടോ. അവർ പോകുമ്പോൾ എന്തോ ഒരു സങ്കടമാട്ടോ. പിന്നെ അവർ പോയ സങ്കടമൊക്കെ മാറി. ചെമ്മീൻ ഇന്ന് കറി വെക്കാച്ചിട്ട് ഇന്ന് പോരും കൂടെ വന്ന കാരണം മൊത്തത്തിൽ ലേറ്റ് ആയിട്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ, ചെമ്മീൻ ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ തൊലിച്ച് ഇതൊക്കെ ക്ലീനും ആക്കും കേട്ടോ. പിന്നൊക്കെ തോന്നി അത് വലിയൊരു ടാസ്കബിളാണ്. ആദ്യം ഇതൊക്കെ തൊലിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം തൊലിക്കാനേ. പിന്നെ ഇത് നമ്മളെ എസ്റ്റേറ്റിലുണ്ടായ ബട്ടറാണ്. നമ്മളെ എസ്റ്റേറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം കേട്ടോ, മക്കൾക്ക് കൊടുക്കാനും ഇല്ലെങ്കിൽ ഇവരൊന്നും പൊറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടല്ലോ, മോനെ വിശന്ന് കരഞ്ഞപ്പോൾ രാവിലെ ഒന്നും അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇത് അവകാഡോ ഇങ്ങനെ എടുത്തിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. കുട്ടിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നു കുറുക്കൊക്കെ ആയിട്ട്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കേ. പിന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ വണ്ടി വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് മേടിക്കുക കേട്ടോ. സ്കൂൾക്ക് ഇപ്പോൾ ബേക്കറി അലൗഡല്ല. അപ്പോൾ ഞങ്ങൾ അധികം കൊടുത്തയക്കാറില്ല. ഇന്ന് വെയിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ പ്ലാൻ ചെയ്തു അരി കഴുകിയിടണമെന്ന്, പച്ചരി. അപ്പോൾ ഇത് കഴുകുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിലുള്ള അയക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവരിപ്പോൾ നമ്മൾ നന്നാക്കാതെ കഴുകുമോ? ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളില്ലേ, അയാളെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇത് കഴുകുന്നത്. ചതിക്കോ ഇല്ലേ എന്നറിയില്ല. കണ്ടോ, നമ്മൾ ആദ്യത്തെ പച്ചരിയുടെ കളറും ഇപ്പോഴത്തെ കളറും നോക്കൂ. അപ്പോൾ എപ്പോഴും ഇതാണ് ഒരു 10-20 മിനിറ്റ് ഒന്ന് മെനക്കെട്ടാൽ നമുക്ക് നല്ല ഫുഡ് തന്നെ കഴിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ നല്ല വെയിലുള്ളവിടെ തന്നെ ഇടണമല്ലോ. വെയിലിൻ്റെ കാര്യമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ മേലെ ഇങ്ങനെ ഇവിടെ കടിച്ചു ഒരു വൃത്തിയാക്കിയിട്ട് ഇവിടെയാണ് ഉണക്കാറുള്ളത്. ഈ ഓണത്തിന് പൂവൊക്കെ ഇടുന്നവർക്ക് ഇത് നല്ല എക്സ്പേർട്ടായി കേട്ടോ. അത്രയും സ്ഥലം ഒഴിഞ്ഞെടുക്കുകയാണ്. അത് ഇവന് കുറച്ച് കഴിഞ്ഞാൽ മേലൊക്കെ ഇങ്ങോട്ട് വരും എന്നുള്ള വിശ്വാസത്തോടെയാണ്. ഏതായാലും വിശ്വാസമൊന്നും തെറ്റിച്ചിട്ടില്ല. ക്ലിയറായിട്ട് മേലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആളെന്നെ നോക്കി ചിരിക്കേട്ടോ, ചിരിക്കല്ല പൊട്ടിച്ചിരിക്കേട്ടോ. ഈ ഒരു കളറല്ല അപ്പുറത്ത്, അതെന്താ അങ്ങനെ? ആകാശമൊക്കെ ഒന്നല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചില സമയത്തെങ്കിലും? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.